അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്കും എൻ്റെ ഇക്കാക്കും മക്കൾക്കും സുഖമാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്ട്രൈക്ക് കയറി ചാനലിൽ 3 സ്ട്രൈക്ക് തന്നിരിക്കുകയാണ്. ചാനൽ ടെർമിനേറ്റ് ആയി പോകും. സന്തോഷിക്കാനുള്ളവർ സന്തോഷിച്ചോളിയും. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും വരുന്നതൊക്കെ തന്നെ ഈ യൂട്യൂബ് പാർട്ട്ണർ. പിന്നെ ഇത്രയും സന്തോഷിച്ച് കമൻ്റ് ഇടാനേ നിങ്ങൾ ആരെയൊന്നും പേഴ്സണലി എനിക്കറിയില്ല. പിന്നെ സന്തോഷിച്ചു. ഒരാളെ പരാജയം കാണുമ്പോൾ മറ്റൊരാൾക്ക് സന്തോഷിക്കുക നല്ലതാണ്. പിന്നെ ഇത്രയും ഞാൻ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ചാനൽ എനിക്ക് ക്യാഷിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ സ്ട്രൈക്ക് കൊടുക്കാത്ത. എന്നേക്കുമായിട്ട് എൻ്റെ മുമ്പ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സ്ട്രൈക്ക് കൊടുക്കാമെന്ന്. എന്നെ വെടിയെന്ന് വിളിക്കാൻ നിനക്ക് എന്തൊരു യോഗ്യതയടി? നീ എന്നെ വെച്ചിട്ടല്ലേ ഈ പൈസ മൊത്തം ഉണ്ടാക്കി തിന്നത്. പിന്നെ സ്നേഹതീരവും നീയും കൂടെ കോൺഫറൻസ് കോൾ വിളിച്ചിട്ടല്ലേ എടി എൻ്റെ അടുത്ത് പല കാര്യങ്ങളും സംസാരിച്ചത്. നീ എൻ്റെ അടുത്ത് എന്തെന്നാണ് പറഞ്ഞത്? ഞാൻ സ്നേഹതീരത്തിൻ്റെ ഭാര്യനെ ഇപ്പോൾ വിളിച്ചിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ സ്ട്രൈക്ക് ഒന്ന് ഒഴിവാക്കി തരുമോ? കാരണം ഒരേ സമയം ഇവളും സ്നേഹതീരം കൂടെ ഒത്താണ്. സ്നേഹതീരത്തിൻ്റെ ഭാര്യയ്ക്ക് ബിൻ ഫാമിലിൻ്റെ പരിചയമില്ലാതെ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ചാനൽ റിമൂവ് ആക്കി തരാൻ, ഞാൻ ഈ സ്ട്രൈക്ക് റിമൂവ് ആക്കി തരാൻ ഞാൻ പറഞ്ഞു. പക്ഷേ വേണ്ട, റിമൂവ് ആക്കണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ ഏത് വക്കീലിനെ വെച്ചിട്ടാണ് ശരിയാക്കിയത്? നീ എനിക്ക് സ്ട്രൈക്ക് തന്നപ്പോഴാണ് ഞാൻ സ്ട്രൈക്ക് തന്നത്. എനിക്ക് 10 ദിവസത്തിനകത്ത് യൂട്യൂബിൽ വക്കീലിനെ വെച്ചിട്ട് ചെയ്താൽ ശരിയായ നിൻ്റെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയായിരുന്നു. ഞാൻ എപ്പോഴും 6 മക്കളുണ്ട്, ഇക്കാണ് പറഞ്ഞത് വേണ്ടടിയെന്ന്. പിന്നെ നീ വെടിയെന്ന് വിളിക്കാൻ നിൻ്റെ എസ്റ്റേറ്റിൽ നിന്നല്ല ഞാൻ പൈസ എടുത്തത്. നീ എനിക്ക് ഗൂഗിളിൽ മെസ്സേജ് അയച്ച് ഗൂഗിൾ പേ നമ്പർ വരെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഗൂഗിൾ പേ നമ്പർ വരെ ചോദിച്ച്, എന്നിട്ടും ഞാൻ നിൻ്റെ ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ നിൻ്റെ മറ്റേ സ്നേഹതീരം അയാൾ അവിടെ നിന്നോട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രൈവറ്റാക്കി ഇട്ടിരിക്കുകയായിരുന്നു. അത് ഡിലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ കുറേ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒത്ത് യൂട്യൂബ് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ റീച്ച് കുറയ്ക്കും. അങ്ങനെ ഇവരെ സ്നേഹതീരത്തിൻ്റെ ചാനലിൽ എന്നെ വെച്ച് എന്തെല്ലാം ചെയ്തു. അപ്പം ഞാൻ അടുത്ത് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു അത് ട്രോൾ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എന്തൊരു പിറമ്പോക്കി കിടക്കുന്ന, എനിക്ക് ഈ പെരുമ്പാവൂർ കിടക്കണേ തിരുവനന്തപുരത്ത് കിടക്കണേ. നിങ്ങളൊന്ന് നോക്ക്, ആ ചാനലിൽ കുറച്ച് വിവരവും വിവേകവും ഉള്ളവർ നോക്ക്. എല്ലാം എന്നെക്കുറിച്ചാണ് ചെയ്തേക്കുന്നത്. ഞാൻ എവളെ ഫാമിലിയാണ്. എൻ്റെ ഉമ്മാനെ അവൾ വിളിച്ച് രഹസ്യമായിട്ട് ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ അവൾ പരസ്യമാക്കി. എന്നിട്ട് ഞാൻ ക്ഷമിച്ചോളാണ്. എന്നിട്ട് എൻ്റെ തള്ളേരുടെ അടുത്ത് പറഞ്ഞു അത് ഡിലീറ്റ്, ഉമ്മാരുടെ അടുത്ത് പറഞ്ഞു അത് ഉമ്മ ഇതാക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹോദരൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മാരെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയത്, അവളത് ഡിലീറ്റ് ചെയ്യൂല. നീ ഈ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കോടി? ഞാൻ കഷ്ടപ്പെട്ട് 55, നീ എന്നെ വെച്ചല്ലേടി ഇത്ര റീച്ച് ഉണ്ടാക്കിയത്. നീ ആദ്യം പറഞ്ഞ് ഫാമിലി ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ആ പെണ്ണുമ്പിള്ളേരെ ഇതിന് ഞാൻ പറഞ്ഞതിന് ശേഷം തൊട്ടാണ് അവർ കാണാക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ പോലീസ് എന്നെ വിളിച്ച് ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കാൻ വിളിച്ചെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് പ്രശ്നമുള്ളതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങളെയൊക്കെ ഫോട്ടോ വെച്ചപ്പോൾ പൊള്ളി, എൻ്റെ ഫോട്ടോ വയ്ക്കുമ്പോൾ പിറമ്പോക്ക്. ഞാനൊരു കല്യാണം കഴിച്ചതാണ് ആ തെറ്റ്. അതിൽ നീ കുറേ വിറ്റ് തിന്നില്ലേ? നീ എല്ലാ മാസത്തെ ഡോളറും ഉണ്ടാക്കി തിന്നുന്നത് എന്നെ വെച്ചിട്ടല്ലേ? നീ വെടിയെന്ന് വിളിക്കാൻ നിൻ്റെ മുമ്പ് വന്ന് ഞാൻ വെടി വെച്ചാ? പബ്ലിക്കിൻ്റെ മുമ്പ് വന്നിട്ട് പറയുന്നതിനൊക്കെ കുറച്ച് മര്യാദ വേണം. നീ എന്നെക്കുറിച്ച് സമൂഹത്തിൽ കൊള്ളരുതാത്തോളാക്കി. എൻ്റെ 3 ലൈഫ് നീ കൊണ്ടുവന്ന് പബ്ലിക്കിലിട്ട് ചൂഷണം ചെയ്ത്. ഞാൻ വല്ലതും പറഞ്ഞാൽ നിൻ്റെ അടുത്ത്? അന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്നെ വെറുതെ വിട്ടേരാ. എന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ മക്കളെ നോക്കിയാണ് എനിക്ക് റീച്ച് കിട്ടിയതുമ്മ. ആ സമയത്ത് അവൾക്കൊന്ന് ഒരു റീച്ചും ഇല്ലായിരുന്നു. എന്നെ വിറ്റ് തിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ വീട്ടിൽ ജോലിയില്ലാത്ത കുറേ ഒരുമ്പെട്ട സ്ത്രീകളും. എനിക്ക് ചാനൽ പോയെന്നും പറഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല. നീ അധ്വാനിച്ച് പോയി ജീവിക്കടി എന്നല്ലേ പറഞ്ഞത്. അധ്വാനിക്കേണ്ടെന്നും കാര്യമില്ല. എനിക്ക് അൽഹംദുലില്ലാ എൻ്റെ സാമ്പത്തിക കാര്യങ്ങളുണ്ട്. എനിക്കൊരു വീടുണ്ട്, റേഷനറി കിട്ടുന്നുണ്ട്. പിന്നെ മോളെ പഠിപ്പിക്കാനായിട്ട് ഇക്ക അധ്വാനിക്കുന്നുണ്ട്. ഞാൻ മുണ്ടീനെയും കുണ്ടീനെയും അല്ല കെട്ടിയത്. കുറച്ചൊക്കെ പറയുമ്പോൾ സങ്കടമുണ്ട്, കാരണം ഞാൻ ഇത്രയും കൊണ്ടുവന്ന ചാനലാണ്. എന്നിട്ട് നിനക്ക് ഞാൻ പ്രോസസ്സിങ്ങിൽ ഇടാത്ത എന്തെന്നറിയാമോ? നീ എങ്ങനെയെങ്കിലും പോട്ടെ, ഇതോടുകൂടി ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ച്. മര്യാദയുണ്ട് കുറച്ചേട്ടാ, മര്യാദ. അത് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം കൊലപാതകിരെ ദുആവരെ റബ്ബ് സ്വീകരിക്കുമെന്നാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ പടച്ചോനും ആയിക്കോളും. സ്നേഹതീരത്തിന് പൈസ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ, നമ്മൾ പോകുന്നുണ്ടല്ലോ. എൻ്റെ കേസിന് പോകുമ്പോൾ ആ പൈസ കൊടുക്കും. എനിക്ക് ആ പൈസ കൊണ്ട് 1000 2000 ഒന്നും വേണ്ടി. എൻ്റെ കുട്ടിക്ക് എന്നെ ഹോസ്പിറ്റലിൽ ചിലവാകുന്നതിന് എത്ര രൂപയാണെന്നറിയാമോ? അതിൻ്റെ അത്ര ആയില്ലല്ലോ. എൻ്റെ വീട്ടുകാരുടെ അടുത്ത് നീ എന്തെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. എന്ത് കിട്ടി? നിനക്ക് കുറച്ച് ഡോളർ കിട്ടി, നീ വിറ്റ് തിന്ന്. നിൻ്റെ മക്കൾക്ക് എന്നല്ല അങ്ങാണ് ഇത് റബ്ബ് ഒരു പങ്കണം. നീ നോക്കൂ, 6 മാസം തികയ്ക്കൂല. നീ നിൻ്റെ മക്കൾ മാനസൂര്വി തന്നെയാണ് പറഞ്ഞത്. ഞാൻ ചാനൽ കഷ്ടപ്പെട്ട് മുന്നോട്ടുണ്ടെന്ന ചാനലാണ്. എനിക്ക് മക്കളെ പോറ്റണം, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ട് ആൾക്കാർ. ഇത് മനസ്സിലാക്കണം. ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്ന കണ്ണീരാണ്. നീ വെടിയെന്ന് വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യത? നീ നിൻ്റെ ഭർത്താവിനെ പ്രേമിച്ചല്ലേ കെട്ടിയത്?
നീ ഹിന്ദു മതവും അവൻ മുസ്ലിമും അല്ലായിരുന്ന? നീ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടാ? നീ ഇസ്ലാം മതം സ്വീകരിച്ച സർട്ടിഫിക്കറ്റ് കാണിയില്ലേ? നീ ആൾക്കാരെ നീയല്ലേ പറ്റിക്കുന്നത്? നീ ഇസ്ലാം മതം സ്വീകരിച്ച് നിന്റെ 6 മക്കളുണ്ടായത് ഹറാമിലല്ലേ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ മക്കൾ ഹലാലിലും ഞാൻ ഇസ്ലാമിൽ തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ ഇസ്ലാമിൽപ്പെട്ട പുരുഷൻ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം നിനക്ക് എന്തും പറയാം. ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടിരുന്ന ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു. എന്നാലും നിൻ്റെ അത്ര പ്രായമില്ലല്ലോ ഡീ, നിൻ്റെ അത്ര കാര്യം എനിക്കില്ലല്ലോ. എൻ്റെ മക്കൾ ചെറിയ മക്കളല്ലേ, നിൻ്റെ അത് ചെറുത് തന്നെയാണ് ഇളയതൊക്കെ. നിനക്ക് കുറച്ച് മര്യാദയ്ക്ക് ഇതാക്കിക്കൂടെ? നീ എന്തെല്ലാം എന്നെക്കുറിച്ച് പറഞ്ഞ്. നീ ഷംസുവിൻ്റെ ഫോട്ടോ നീ വെച്ചിരിക്കുന്നില്ലേ? നിനക്കപ്പം എന്ത് സ്ട്രൈക്ക് കയറാത്ത? എനിക്ക് അതിന് സ്ട്രൈക്ക് വരികയാണെങ്കിൽ വരട്ടെ. എൻ്റെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്നല്ലേ നിൻ്റെ ആഗ്രഹം? കളഞ്ഞോ? നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ചാനൽ കളഞ്ഞോ? എന്തായാലും ഒരു വാതിൽ എനിക്ക് അടയുമ്പോൾ 7 വാതിൽ എനിക്ക് തുറക്കും. നീ ഒരു ഹാപ്പി ന്യൂസും ഉണ്ട്, അത് ഇത് കഴിഞ്ഞിട്ടേ പറയണുള്ളൂ. എന്തായാലും എൻ്റെ ചാനൽ പോക്കിയല്ലോ നീ, അതവിടെ കിടപ്പുണ്ട്. നീ പഴയ വീഡിയോസ് കണ്ടൊന്ന് ആസ്വദിച്ച് ചിരിച്ചോ. ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഈ ചാനൽ സെക്കൻഡ് ചാനൽ കൊണ്ടുപോകും. നീ എന്നെ വെച്ച് കുറേ വിറ്റ് തിന്നില്ലേ? നീ പറ, നിന്റെ മനസാക്ഷിനെ തൊട്ട് നീ കിടക്കാൻ നേരം, നീ ഭക്ഷണം കഴിക്കാൻ നേരം എന്നെ വിറ്റ് തിന്നെന്ന് നീ ഒരു അരിമണി പോലും നീ നിന്റെ മക്കളും തിന്നിട്ടില്ലാന്ന് ഉടുത്തിട്ടില്ലാന്ന് നീ പറഞ്ഞാണ്. നീ പറ. നിന്റെ ചുരിദാർ വരെ ഞാൻ ഇടാതെ എടുത്തിട്ട് ഞാൻ കത്തിച്ച് കളഞ്ഞു. എന്തിനെന്നറിയാമോ? അതിൻ്റെ എന്തെങ്കിലും ഒഴിവാവട്ടെ എന്ന് വിചാരിച്ച്. നീ എന്തെല്ലാം പറഞ്ഞ് നീ ഒരു പുരുഷനെ തരം താഴ്ത്താവുന്നതിൽ അപ്പുറം തരം താഴ്ത്തി എൻ്റെ ഭർത്താവിനെ. ഇങ്ങനത്തോനെ ആയിക്കൊണ്ട് പോട്ടെ. നിനക്കറിയാമോ പേഴ്സണലി എന്നെ? ഇതിന് ഭേദം നീ ഒരു കത്തി എടുത്തങ്ങ് കുത്തി കൊല്ലാമായിരുന്നു. ഞാൻ അന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നീ എന്നെ വെറുതെ വിട്. നീ വീഡിയോ കോളിൽ എന്നെ കണ്ടതാണ്, എൻ്റെ വീടും എല്ലാം. നിന്നെ ഞാൻ വിശ്വസിച്ച് സ്നേഹിച്ച്. അപ്പം നീ എനിക്ക് ദുഃഖം മാത്രമോ? ഞാൻ സ്നേഹതീരത്തിൻ്റെ ഭാര്യനെ വിളിച്ചപ്പോഴത്തേക്ക് അവർ സ്നേഹതീരത്തിൻ്റെ ഭാര്യ പറയണതൊന്നും അയാൾ കേൾക്കില്ല. കാരണം 2 പേരും ഒരു ടെക്നീഷ്യനെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു സ്ട്രൈക്ക് വന്ന് കൂടെ തന്നെയാണ് അടുത്ത സ്ട്രൈക്കും വന്നത്. പക്ഷെ ഇതിനൊക്കെ നീ എണ്ണി പറഞ്ഞു പോകും. നിനക്ക് ആഗ്രഹം ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ നീ ഇമാതിരി പ്രവർത്തിക്കണ്ട. എൻ്റെ ഉമ്മയും ബാപ്പയും നീ എന്നെ ജഡ്ജ്മെൻറ്റ് ചെയ്യണ്ട. ഞാൻ എങ്ങനെയോ ആയിക്കൊണ്ട് പോട്ടെ. ഞാൻ പിഴച്ചാലും ജീവിച്ചാലും ഒന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ സെക്കൻഡ് ചാനൽ ഞാൻ കൊണ്ടുപോകും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സപ്പോർട്ട്. ദയവ് ചെയ്തിട്ട് ബാഡ് കമൻറ്റ് എഴുതാനായിട്ട് ഇങ്ങോട്ട് വരരുത്. അല്ല, ചാനൽ പോയാലും സന്തോഷിച്ചിരിക്കണം, പക്ഷേ സബ് ആരും കളയരുത്. സബ് അതി കിടന്നോട്ടെ. മാക്സിമം ഈ വീഡിയോയും അതിലെ വീഡിയോസും നിങ്ങൾ കാണുക. പിന്നെ അതിന് ശേഷം ഞാൻ എന്തായാലും ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുണ്ട്. നെജില ഷാൻ എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് ID. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഉമ്മാൻ്റെ ഫോൺ എന്ത് ചെയ്യുമ്മ? അതൊന്നും ഉമ്മാക്ക് ഫേസ്ബുക്കില്ല. നെജില ഷാൻ എന്നാണ്. അതും ഫേസ്ബുക്കും കാണുന്നത് നെജില ഷാൻ എന്നാണ്. അതിനകത്ത് ഫോളോ ആക്കണം. ഇതിനകത്ത് വീഡിയോ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അല്ല, ഇത് വേറെ ഫോണിലാണ്, ഇക്കാൻ്റെ ഫോണിലാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് എന്തായാലും എന്ത് കാര്യം വന്നാലും ഞാൻ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ദുആ ചെയ്യണം എൻ്റെ ചാനലൊന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് തുടങ്ങിയ ചാനലാണ് ഇത്. ജോലി ചെയ്യുന്നതിനെക്കാട്ടും കഷ്ടമാണ് ഒരു യൂട്യൂബിലൊരു കണ്ടന്റ് ഇടുക. നിങ്ങൾ ആരും എഡിറ്റ് ചെയ്യുക, തംബ്നെയിൽ സെറ്റ് ചെയ്യുക. ഇവിടെ മക്കളെ ഉറക്കിയിട്ടൊക്കെയാണ് ഞാൻ ചില നേരം ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യണം. അമ്മ എനിക്ക് കാവലിരിക്കും ഇവിടെ. അള്ളാഹു നിനക്ക് തരും ചാനൽ. ആരെന്ത് ചെയ്താലും അള്ളാഹു ഒരുവനുണ്ട്, മുത്തുനബിയുണ്ട്. 3 ദിവസമായി ഉറങ്ങിയിട്ട്. നീ സബൂറാകെ. അള്ളാഹു നിങ്ങൾ ചിരിച്ചോ? കണ്ട് ചിരിച്ചോ? ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വിളിക്കുന്ന അള്ളാഹ് കേൾക്കും.